എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. 2026 പുതുവർഷത്തിൽ അനിഴം നക്ഷത്രക്കാരുടെ ശുഭാശുഭ ഫലങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. അനിഴം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഗ്രഹസ്ഥിതി പരിശോധിക്കുമ്പോൾ സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം 2026 ജൂൺ 2 വരെ 8-ലും തുടർന്ന് 9-ലും സഞ്ചരിക്കുന്ന കാലയളവാണ്. ശനി 5-ലും രാഹു 4-ലും കേതു 10-ലും ഒക്കെ സഞ്ചരിക്കുന്ന കാലയളവാണ്. പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാണ് പറയാനുള്ളത്. പ്രത്യേകിച്ച് വർഷത്തിൻ്റെ ആദ്യ പകുതി അത്ര ഗുണകരമല്ലാത്ത അനുഭവങ്ങളായിരിക്കും. എന്നാൽ വർഷത്തിൻ്റെ രണ്ടാം പകുതിയിൽ വളരെയധികം നേട്ടങ്ങളും ഐശ്വര്യങ്ങളും വന്നു ചേരുന്നതായിരിക്കും. വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ ചെറിയ കാര്യതടസ്സങ്ങളും മനക്ലേശങ്ങളും ഒക്കെ വന്നു ചേരാനുള്ള ഒരു സാധ്യതയുള്ള സമയമാണ്. പല കാര്യങ്ങൾക്കും തടസ്സം നേരിടുന്ന ഒരു കാലയളവായിരിക്കും. പ്രത്യേകിച്ച് ഉദ്യോഗത്തിലിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് തൊഴിലൊക്കെ ഒന്ന് മാറാം എന്നൊക്കെ ചിന്തിക്കാവുന്ന സമയമാണ്. പക്ഷെ അതിന് ഈ വർഷത്തിൻ്റെ ആദ്യ പകുതി ഒട്ടും അനുകൂലമല്ല എന്നറിയുക. നിലവിലുള്ള തൊഴിലൊക്കെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ പുതിയൊരു തൊഴിലിലേക്ക് പ്രവേശിക്കാനൊക്കെ പിന്നെയും ഒരു 5-6 മാസമെങ്കിലും കാത്തിരിക്കേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ കരുതലോടെ മുന്നോട്ട് പോവുക. കൂടാതെ വിദേശ ജോലി ആഗ്രഹിക്കുന്നവർക്കൊക്കെ ആഗ്രഹ സാഫല്യം ഉണ്ടാകും. വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവരും വർഷത്തിൻ്റെ ആദ്യ പകുതി വളരെ കരുതലോടെ മുന്നോട്ട് പോവുക. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർ, കലാരംഗത്ത് പ്രവർത്തിക്കുന്നവരും വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം. പ്രത്യേകിച്ച് വർഷത്തിൻ്റെ ആദ്യ പകുതി ഏതെങ്കിലും തരത്തിലുള്ള അപകീർത്തി ഒക്കെ ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ട ഒരു കാലയളവാണ്. എന്നാൽ വർഷത്തിൻ്റെ രണ്ടാം പകുതി വളരെയധികം ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്നതാണ്. സമ്പത്തും ഐശ്വര്യവും സൽകീർത്തിയും ഉണ്ടാകുന്നതാണ്. വർഷത്തിൻ്റെ രണ്ടാം പകുതിയിൽ അന്വേഷിക്കുന്ന ചെറുപ്പക്കാർക്ക് വിവാഹ കാര്യങ്ങളിലൊക്കെ തീരുമാനമാവുന്നതാണ്. ഉദ്യോഗത്തിൽ പ്രവേശനം ലഭിക്കുന്നതായിരിക്കും. കുറേ കാലമായിട്ട് കാത്തിരിക്കുന്ന, ഇപ്പോൾ PSC വഴിയാണെങ്കിലും അല്ലാതെയും കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് ഉദ്യോഗലബ്ധിയൊക്കെ ഉണ്ടാവും. ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാകും. കലാകാരന്മാർക്കും രാഷ്ട്രീയ രംഗത്തും പ്രവർത്തിക്കുന്നവർക്കും ഒക്കെ വളരെയധികം നേട്ടങ്ങൾ രണ്ടാം പകുതിയിൽ വന്നു ചേരുന്നതുമായിരിക്കും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്നുണ്ടെങ്കിൽ ഹരിവാണി ജ്യോതിഷം ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ബട്ടണും ബെല്ലൈക്കനും ഒക്കെ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യേണ്ടതാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമെല്ലാം ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും ഈ നക്ഷത്രക്കാർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.